എന്തെല്ലാം കളിച്ചു? ട്രോളി മാത്രമാണോ? വേറെ എന്തെല്ലാം കളിച്ചു? ഒന്നും ബന്ധില്ലല്ലോ. എല്ലാം വേവാത്ത പോലെ അതാ അങ്ങാടിപ്പുറത്ത് വീണിട്ട് തെറിക്കുന്നു. കഷ്ടം. ആര്? പക്ഷേ ഇതൊരു ചതിവാണ്. ഇദ്ദേഹത്തിൻ്റെ പോക്കൊരു ചതിവാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല. കഴിഞ്ഞ തവണ സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച ഒരാൾ, തോറ്റൊരാൾ, ഇത്തവണ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറയുന്നത് ഇലക്ഷൻ്റെ തലേന്നാൾ അങ്ങോട്ടേക്ക് ചാടുന്ന ഒരാളെ എങ്ങനെ വിശ്വസിക്കും? എങ്ങനെ കൂടെ നിർത്തും? പറയും. ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വേണ്ടെന്ന് പറയുന്നത്. കോൺഗ്രസ് എന്ന് പോയവരെ തിരിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊന്നും ഇതുപോലത്തെ ചതിവ് കാണിച്ചിട്ടില്ല. ഇതൊരു ചതിവാണ്. പ്രത്യേകിച്ചും വ്യക്തിപരമായി KPCC പ്രസിഡന്റോട് കാണിച്ച ചതിവാണ്. എൻ്റെ കയ്യിൽ പരാതി ഇതുവരെ വന്നിട്ടില്ല. ഞാനാണ് KPCC അധ്യക്ഷൻ. പരാതി ഉണ്ടെങ്കിൽ KPCC അധ്യക്ഷനാണ് പരാതി കൊടുക്കേണ്ടുന്നത്. എൻ്റെ കയ്യിൽ ഇതുവരെ ആരുടെ ഭാഗത്തുനിന്നും പരാതി വന്നിട്ടില്ല. പരാതി വന്നാൽ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കും. ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ, ഒരു ഈച്ച പോലും കൂടെ പോയിട്ടില്ല എന്ന്. അത്ര ശരിയാന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ? ഉറപ്പായിട്ട് പഠിക്കാനൊന്നുമില്ല. പഠിച്ചതെടുത്ത് ഉപയോഗിച്ചിട്ടാണ് ഈ 10ലേക്ക് എത്തിയത്. അത് മനസ്സിലാക്കുക. 38-39 നിന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ 38 വർഷക്കാലം CPMൻ്റെ കയ്യിൽ വെച്ചൊരു നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ 10,000-ലേക്ക് ആ ഭൂരിപക്ഷം താഴ്ത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഗോൾഡ് മെഡൽ തരണം. അതൊക്കെ സ്വാഭാവികം. തോറ്റ സ്ഥാനാർത്ഥി മത്സരിക്കും, മത്സരിച്ച സ്ഥാനാർത്ഥി തോക്കും, ഒക്കെ സ്വാഭാവികം. അതൊക്കെ തെരഞ്ഞെടുപ്പിലുള്ള സാധാരണ പ്രക്രിയ മാത്രമാണ്. അതിലൊന്നും ഒരു കുറ്റം പറയാനൊന്നും ഒന്നുമില്ല. ആ കുറ്റത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പഠനം അല്ല, അവിടെ ഇപ്പം സംഘടനാ രംഗത്ത് എന്തെങ്കിലും പാകപ്പിഴ വന്നോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും സ്വാഭാവികമായും. ഞങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങൾ, ഞങ്ങൾക്ക് ചെറിയ സംശയങ്ങൾ പലരും തന്നൊരു മെഷൻ അവിടെ സംഘടനാ മെക്കാനിസം കുറച്ച് വീക്കാണ് എന്നുള്ളതായിരുന്നു കിട്ടിയത്. പക്ഷേ അത് ഞങ്ങൾ നല്ല നേതൃത്വത്തെ കൊണ്ടുപോയി എല്ലാ മണ്ഡലത്തിലും ബൂത്തിലും ഞങ്ങൾ കുത്തി നിറച്ച് അവരാണ് ഇലക്ഷൻ നടത്തിയത്. അതുകൊണ്ടാണ് ഇത്രയേറെ ഈ ഭൂരിപക്ഷത്തിലേക്ക് എത്തി ചങ്ങലക്കിടാൻ സാധിച്ചത് നമുക്ക്. അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് പോയേനെ എന്നെനിക്ക് വിശ്വാസമൊന്നുമില്ല. ഇത് രാഷ്ട്രീയ വോട്ടാണ്. CPMനെ സംബന്ധിച്ച് രാഷ്ട്രീയ വോട്ടാണ്, ഞങ്ങളെ സംബന്ധിച്ചും രാഷ്ട്രീയ വോട്ടാണ്. വ്യക്തിയെ നോക്കിയിട്ടൊന്നും ഇവിടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാറില്ല. ഭരണവിരുദ്ധ വികാരം തന്നെയല്ലേ 40-ലേക്ക് വന്ന വികാരമല്ലേ? അത് 40-നേക്കാൾ മേലെയാണോ? ഏത് 40-10 വന്നിട്ട് ഭരണം തേടുക? ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. ഞാൻ ചോദിക്കുന്നു, CPMൻ്റെ ആളുകൾ, CPMോട് ഞാൻ സ്നേഹപുരുഷനും ഉപദേശിക്കുന്നു, സ്വന്തം പാർട്ടി പ്രവർത്തകന്മാർ CPMന് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട് പല സ്ഥലത്തും. ആ വോട്ട് CPMൻ്റെ വിചാരങ്ങൾക്ക് വിധേയമായി നിൽക്കുന്ന അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടി പ്രവർത്തകരുടെ വോട്ടാണ്. ആ വോട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ആ വോട്ട് ഞങ്ങൾക്ക് വന്നുവെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെ വോട്ട് അങ്ങോട്ട് പോയിട്ടില്ല. CPMൻ്റെ വോട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടാണ്. പാലക്കാട് വോട്ടാണ് കോൺഗ്രസ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ വോട്ടുകൾ അങ്ങോട്ട് ഷിഫ്റ്റ് ആയതാണോ പാലക്കാട്? എങ്ങനെ വോട്ടുകളാണ് ഇത്തവണ കോൺഗ്രസ് ലഭിച്ചിരിക്കുന്നത് പാലക്കാട്? അതിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അല്ല, ആ ബാലറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഈ ശ്രീധരൻ്റെ വോട്ടാണ് ഈ വോട്ട്? ഓരോ കാലഘട്ടത്തിൽ വരുന്ന സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർക്ക് ആരാണോ വരുന്നത് ആ വോട്ട് ചെയ്യും. അത് സ്വാഭാവികമാണ്. അതിലൊന്നും ശ്രീധരൻ്റെ വോട്ടാണോ? ശ്രീധരൻ അങ്ങനെ ഒരു സ്വന്തം വോട്ടുണ്ടാകാൻ അയാൾ രാഷ്ട്രീയക്കാരനൊന്നും അല്ലല്ലോ. അയാളൊരു വലിയൊരു പ്രതിഭയാണ്. ആ പ്രതിഭയ്ക്ക് കിട്ടിയ വോട്ടാണ് അദ്ദേഹത്തിൻ്റെ വോട്ട്. അല്ലാതെ രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിയ വോട്ടല്ല ആ വോട്ട്. അത് ഓർക്കണം നിങ്ങൾ.
ഈ ശ്രീധരൻ എന്ന് പറയുന്ന പ്രൗഢോജ്വലമായ ഒരു രംഗത്ത് നിൽക്കുന്ന ഒരു വലിയ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് വ്യക്തികളുടെ വോട്ടാണ്. സ്വാഭാവികമായും നാട്ടിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വോട്ട് പോയിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും ഒക്കെ അതീതമായി വോട്ട് ചെയ്തിട്ടുണ്ട്. ആ വോട്ടാണ് ശ്രീധരൻ്റെ വോട്ട്. ഇതല്ല, ഇത് രാഷ്ട്രീയത്തിൻ്റെ വോട്ടാണ്. ഉറപ്പായിട്ട് ഒരനവസരവും ഇല്ല. അവസരം തന്നെയാണ്. ഇലക്ഷന് മുമ്പല്ലാണ്ട് പിന്നെ എപ്പോഴാണ് ആളെ കൂട്ടുണ്ട്? ഒരാൾ വരാൻ തീരുമാനിച്ചാൽ അത് തെരഞ്ഞെടുപ്പിന് മുമ്പല്ലാണ്ട് പിന്നെ എപ്പോഴാണ് പൂർത്തീകരിക്കേണ്ടത്? ഇലക്ഷൻ കഴിഞ്ഞിട്ടോ? അദ്ദേഹം വന്നപ്പോഴുണ്ടായിരുന്ന ഒരു ചലനമില്ലേ? അദ്ദേഹത്തിന് കുറേ അനുയായികളില്ലേ? അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരില്ലേ? അവരെങ്കിലും തിരിഞ്ഞ് അദ്ദേഹത്തോടൊപ്പം നിൽക്കൂലേ? അദ്ദേഹം പോയ പാർട്ടിയോടൊപ്പം അവരും നിൽക്കൂലേ? സ്വാഭാവികമല്ലേ? അത് നേടുവാന്നല്ലാതെ അത് നഷ്ടപ്പെടുത്തുക. ബുദ്ധിയുള്ള ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ ചെയ്യുമോ? അത് എൻ്റെ തലയിൽ ബുദ്ധിയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല. അല്ല, ആ ബുദ്ധിയാണെങ്കിൽ അത് അവൻ സഹിച്ചോട്ടെ, ആയിക്കോട്ടെ. സന്ദീപ് വാര്യർ നമ്മളെ കൂടെ നിർത്തി നമ്മൾ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യും, 100% ഉറപ്പ്. ഇനി നമ്മളെ സരിൻ പോയെ സരനെ അവർ പ്രൊട്ടക്ട് ചെയ്യുമെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യട്ടെ. ഞങ്ങളെ ഒരു ഉറച്ച സ്റ്റാൻഡ്, നിലവിൽ ഭൂമിയുള്ളവരുടെ കയ്യിലെ ഭൂമി അവർക്ക് തന്നെ നൽകി ഈ വിഷയം തീർക്കണമെന്നാണ് ഞങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. അതാണ് ഞങ്ങളുടെ അപ്രോച്ച്. ആ അപ്രോച്ചിലേക്ക് തന്നെ അത് എത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. ജുഡീഷ്യൽ കമ്മീഷൻ ആയാലും അത് ആ വഴിക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതായത് അവരല്ലേ തീരുമാനിക്കണ്ടേ, ഞങ്ങളല്ലല്ലോ. ഞങ്ങൾക്ക് ഇപ്പോൾ അവരോട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ തീർത്തിരിക്കണം എന്നൊക്കെ പറയാൻ പറ്റുമോ? അവരൊക്കെ ഹൈ ലെവൽ ഉദ്യോഗസ്ഥന്മാരല്ലേ, അവർ ചെയ്യട്ടെ. അതെ, അവരെ സംബന്ധിച്ചിടത്തോളം അത് വേഗം തീർക്കേണ്ടതാണെങ്കിൽ പോലും കുറ്റമറ്റ രീതിയിൽ തീരാൻ ഇത്തിരി സമയം എടുക്കേണ്ടി വന്നാലും അത് എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ.